ഇപ്പോൾ ജയിലെന്നോ പോലീസെന്നോ ഒന്നും നോക്കില്ല. ഒരാളിനെ സംബന്ധിച്ച് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ സുരക്ഷിതത്വം, നിശ്ചിതമായ ഒരു വരുമാനം പ്രതിമാസം ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരു വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ നോക്കുക. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് തൊഴിൽ സാഹചര്യം ജയിലിനകത്ത് കിട്ടില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതൊരു ഹസാഡസ് ആയിട്ടുള്ള ജോലിയാണ്. ഒന്നിൽ ഈ ജയിലിനകത്തുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു പ്രതിരോധം ഇങ്ങോട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് സാന്നിധ്യം വേണം. മനസ്സ് വളരെ ടഫായിട്ട് ഉണ്ടാവണം. അപ്പോൾ അല്ലാതെ വളരെ ഈസി ആയിട്ട് ജയിലിലെ പ്രശ്നങ്ങളെ അവർക്ക് നേരിടാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് തൊഴിൽ സംതൃപ്തി ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഒന്ന്, ജയിൽ വകുപ്പിലെ ഏറ്റവും താഴത്തെ ലെവലുള്ള ഉദ്യോഗസ്ഥരാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. പഴയ വാർഡൻ എന്നുള്ള പേരെല്ലാം മാറി. ആ പേര് മാറ്റിയത് തന്നെ ഇവൻ്റെ ഡിഗ്നിറ്റി വരാൻ വേണ്ടിയാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസർ എന്ന് പറയുന്നത് ഇത് വേണം. അപ്പം അങ്ങനെ 2014 ശേഷമാണ് ജയിൽ ചട്ടങ്ങൾ മാറ്റിയപ്പോഴാണ് ആ പേരും കൂടെ മാറ്റിയത്. അപ്പോൾ അവരുടെ ജോലി വളരെ സങ്കീർണതയുള്ള ഇതാണ്. അപ്പം അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സിവിൽ ജോലി ചെയ്യുന്ന ലാഘവത്തോടു കൂടി ജയിലിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ജയിലിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് നേരിടാൻ പ്രാപ്തിയുള്ള, മനസ്സാന്നിധ്യമുള്ള, മനസ്സുറപ്പുള്ളവർക്ക് മാത്രമേ ജയിലിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ.